ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ധർമ്മദൈവം പൂജയായിരുന്നു കേട്ടോ. ധർമ്മദൈവം പൂജ എന്ന് വെച്ചാൽ സർപ്പങ്ങളാണ്. സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുക. ഞങ്ങളുടെ വീട്ടിലെ ധർമ്മദൈവം പൂജ എന്നാണ് പറയുക. പണ്ടൊക്കെ വലിയ വലിയ വളപ്പിൽ എല്ലായിടത്തും ഒരു നാഗത്തറ ഉണ്ടാവും. അവർക്ക് വർഷം വർഷം നൂറും പാലും കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുക പതിവായിരുന്നു. ഈ വലിയ പറമ്പൊക്കെ ഇപ്പോൾ കഷ്ണങ്ങളായി പോയി. അപ്പം എൻ്റെ മുത്തച്ഛന് 3 പെൺമക്കളായിരുന്നു. അപ്പോൾ ആ വലിയ പറമ്പ് 3 പ്ലോട്ടായി. പിന്നീട് ഞാനും അമ്മയായപ്പോൾ അത് വീണ്ടും 2 പ്ലോട്ടായി. അപ്പോൾ ആ പ്ലോട്ടിലാണ് ധർമ്മദൈവം ഇരിക്കുന്നത്. ഈ ധർമ്മദൈവം എന്ന് വെച്ചാൽ ഒരു പൂജ എന്ന് വെച്ചാൽ ഒരു ഒത്തുകൂടൽ കൂടിയാട്ടോ. എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർ വന്ന് എല്ലാവരും കൂടി ഒരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് ഈ ധർമ്മദൈവം പൂജ എന്ന് വെച്ചാൽ. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ധർമ്മദൈവം പൂജയുടെ മെയിൻ ആകർഷണം കിട്ടണ പാൽപ്പായസവും ശർക്കര പായസവും അപ്പമൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് മുത്തച്ഛനായിരുന്നു ഈ ധർമ്മദൈവം പൂജയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്ത് എൻ്റെ അമ്മ പിന്നെ 2 ചിറ്റമാർ അവരുടെ കുട്ടികൾ ഉണ്ടാവും കേട്ടോ. അവിടെ അത് മാത്രമല്ല, ഈ ധർമ്മദൈവ പറമ്പിലേ ഒരു പ്രിയൂർ മാവുണ്ടായിരുന്നു. ഇപ്പം ആ മാവില്ല കേട്ടോ. ആ മാങ്ങ നിറച്ച് മാങ്ങ വീഴുമായിരുന്നു. ഞങ്ങൾ കുട്ടികളത് പെറുക്കി കൂട്ടും. മുത്തച്ഛനും അമ്മുമ്മയും ചിറ്റമാരും ഒക്കെ ഞങ്ങൾക്ക് പൂളിത്തരും. നല്ലൊരു കുട്ടിക്കാലമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ആ വെക്കേഷൻ ഒത്തുകൂടലും ഇന്നും നമ്മുടെ ഓർമ്മയിൽ മധുരസ്മരണകളോടുത്തുന്ന വെക്കേഷനാണ് ഞങ്ങളുടെയൊക്കെ വെക്കേഷൻ. എല്ലാവരും കൂടി ഒത്തുകൂടലും ഇരിപ്പും എല്ലാം കൂടി നമുക്കൊന്നും ചിന്തിക്കാൻ വയ്യ. ഇന്നത്തെ കുട്ടികൾക്കും ചിന്തിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമുള്ള കാലമായിരുന്നു. അതുപോലെയാണ് ഇന്ന് ധർമ്മദൈവം പൂജയ്ക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ എനിക്ക് തോന്നിയത്. ചിറ്റയും ചിറ്റമാരുടെ മക്കളും അവരുടെ മക്കളും വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി കളി ചിരി, കടയിൽ പൂ പറിക്കാൻ പോക്ക്, പിന്നെ പൂ നന്നാക്കൽ. കുട്ടികളിലും കുറേ നല്ല കാര്യങ്ങൾ, കുറച്ച് നേരം മൊബൈൽ മാറ്റി വെച്ച് കുട്ടികളിലും കുറച്ച് നല്ല കാര്യങ്ങൾ വളർത്താൻ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ സഹായിക്കും അല്ലേ. കുട്ടികളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കണമായിരുന്നു കേട്ടോ. ഏറ്റവും ചെറുത് എൻ്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ചിരിച്ചു പോയി അവിടെ ഇരുന്നിട്ട്. അങ്ങനെ പിന്നെ പാൽപ്പായസമൊക്കെ കഴിച്ചു, ശർക്കര പായസം കഴിച്ചു, പിന്നെ എല്ലാവരും ഊണ് കഴിച്ചു. പിന്നെ അവിടെ കുറേ കലാപരിപാടികളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ പാട്ടും ഡാൻസും, അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ദിവസം. ഞങ്ങളത് പറയായിരുന്നു, ഇങ്ങനെ ഇതിനൊക്കെ ആയിരിക്കണം കാരണവന്മാർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ കുഞ്ഞുമോളുടെ പാട്ട് കേട്ട് നോക്കൂട്ടോ ഇനി. ഇതേപോലുള്ള കൂട്ടായ്മകൾ വരുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല നല്ല ഓർമ്മയുള്ള കുട്ടിക്കാലവും ഓരോരോ മധുരസ്മരണകളും അവർക്ക് ഭാവിയിൽ ഓർത്ത് വയ്ക്കാൻ, ജീവിതകാലം മുഴുവൻ ഓർത്ത് വയ്ക്കാൻ ഒരു നല്ല ദിനം.